ആദർശ് ഇപ്പോഴും ആ നാഗേന്ദ്രന്റെ പിന്നാലെയാണെന്നാ തോന്നുന്നേ. അതെന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? അല്ല, ഇവിടുന്ന് നമ്മൾ നാഗേന്ദ്രനെ പുറത്താക്കാൻ ഗുരുതരമായ എന്തോ കാരണം ഉണ്ടെന്നാ അവൻ പറയുന്നേ. ആ ശങ്കരൻ കാര്യങ്ങളൊക്കെ അവനോട് വിശദമായിട്ട് സംസാരിച്ചതാണല്ലോ. അങ്ങനെ ഒരു കാരണം കൊണ്ട് നാഗേന്ദ്രനെ ഇവിടുന്ന് പുറത്താക്കില്ലെന്ന് ആദർശിന് നന്നായി അറിയാം. ഓണം വരിക, ഈ സമയത്ത് അവൻ ബിസിനസ്സിലാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ ഈ നാഗേന്ദ്രന്റെ പിന്നാലെ അല്ല നടക്കേണ്ടത്. അങ്ങനെ നടക്കേണ്ട സമയത്ത് അവൻ കൃത്യമായിട്ട് നടന്നല്ലോ. ആ ദേ അടുത്ത ആള് വരുന്നുണ്ട്. മുത്തച്ഛ, നാളത്തെ കാര്യം അറിയാലോ. നാളത്തെ കോടതിയിൽ ഡിവോഴ്സിന്റെ വാദം നടക്കുക. ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ജഡ്ജി എന്ന് പറഞ്ഞതാ. പിന്നെ ഈ കേസിനൊരു തീരുമാനം എത്താത്തതുകൊണ്ടാ നാളെ ഒരു വാദപ്രതിവാദം നടക്കാൻ പോകുന്നേ. അതൊക്കെ നവീൻ നന്നായി നോക്കിക്കോളും. എനിക്കറിയാം മുത്തശ്ശ. എന്നാലും അവന്റെ മുത്തശ്ശനൊന്ന് വിളിക്കണം. അവനെ ഒന്നുകൂടൊന്ന് ചൂടാക്കാൻ പറയണം. നിന്റെ അടുത്ത സുഹൃത്തല്ലേ നവീൻ, നിനക്കങ്ങ് പറഞ്ഞൂടെ? ഞാൻ പറയുന്നോണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും തോന്നരുത്. നവീനിപ്പോ നന്ദുവിന്റെ വീട്ടിൽ പെണ്ണാലോചിച്ച് എന്നല്ലോ. അവനറിയാം എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്ന്. അതിന്റെ ഒരു നീരസം അവൻ കോടതിയിൽ കാണിക്കുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട്. അതിനെന്തിനാടാ മോനെ അവൻ നീരസം കാണിക്കുന്നത്? ദേ ഇവൻ ഇപ്പോഴും ആ പെങ്കൊച്ചിന്റെ പിന്നാലെ നടക്കുകയല്ലേ. അപ്പൊ പിന്നെ ആർക്കായാലും നീരസം കാണില്ലേ? അനി, ഈ വിഷയത്തിൽ നന്ദുവിന്റെ നിലപാടെന്താ? അവക്ക് നവീനോട് ഈ പറയുന്ന ഇഷ്ടമൊന്നും ഇല്ല മുത്തശ്ശ. എന്നിട്ട് പിന്നെ നിങ്ങളെല്ലാം കൊണ്ടുപോയി നവീൻ പാർട്ടി നടത്തിയതോ? അതിൽ നന്ദുവും പങ്കെടുത്തല്ലോ. നവീനെ പോലൊരു ചെറുപ്പക്കാരനെ നന്ദുവിനെ പോലൊരു പെൺകുട്ടി ഇഷ്ടപ്പെടാതിരിക്കോടാ? അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി. നാളെ എന്തായാലും എന്റെ ഡിവോഴ്സ് കേസിൽ കോടതി ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിന് പഴയതുപോലെ നവീൻ ആത്മാർത്ഥത കാണിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവൻ നരസിംഹന്റെ കൊച്ചുമോനാ. അതുകൊണ്ട് അവനൊരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നവീൻ ഒരിക്കലും അവന്റെ കക്ഷികളെ ചീറ്റ് ചെയ്യില്ല. ഇതുവരെ എനിക്ക് അവനിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു മുത്തശ്ശ. എന്നാലിപ്പോ അതിൽ കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ടാ മുത്തശ്ശൻ നരസിംഹ സാറിനെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ വിളിച്ചോളാം. ഇനി അതിന്റെ പേരിൽ നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ നരസിംഹൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം അയാൾക്കറിയാം അയാളുടെ കൊച്ചുമോനെ. എന്തായാലും ഇവൻ പറഞ്ഞല്ലേ, അപ്പൊ പിന്നെ ഒന്ന് വിളിച്ചു നോക്കൂ. എങ്ങനെയെങ്കിലും അനാമിക എന്ന പിശാചന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു പോണം. ഒന്ന് നിന്നേ. ഈ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ എന്താ അടുത്ത പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മുത്തശ്ശ. ദയവ് ചെയ്ത് അവന്തികമായിട്ടുള്ള എന്റെ കല്യാണം നടത്താൻ ആരും ശ്രമിക്കരുത്. അതിന് മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടു നിൽക്കരുത്. അന്ന് നമ്മൾ അനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് ഗോവിന്ദനും കനികയും കാണാൻ പോയി. അന്ന് നിരാശയോട് മടങ്ങി വരുന്നതിന് പകരം അവരിൽ കുറച്ചുകൂടി പ്രഷർ ചെലുത്തിയാൽ മതിയായിരുന്നു. അതെങ്ങനെ പറ്റും? ഗോവിന്ദനും കനകയും ഈ ബന്ധത്തെ അതിശക്തമായല്ലേ എതിർത്തത്. ഇനി നന്ദുവിന്റെ കല്യാണത്തിന് അനി തടസ്സമാകില്ലെന്ന് ഇദ്ദേഹം തന്നെയല്ലേ വാക്കുകൊടുത്തത്. അതൊക്കെ ശരിയാ. പക്ഷേ അനിക്ക് നന്ദുവിനോടുള്ള സ്നേഹം നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറവാ. അവൻ അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ ഇപ്പോ നന്ദുവിനെ ആലോചിച്ച് ചെന്നിരിക്കുന്നത് നവീന. അതുകൊണ്ട് ആ ബന്ധത്തെ എതിർക്കാനും എനിക്ക് പറ്റില്ല. അനിയെ ആദർശിനെയും കാണുന്ന പോലെ തന്നെയാ ഞാൻ നവീനെയും കാണുന്നത്. അന്ന് കോടതിയിൽ അവൻ ആത്മാർത്ഥത കാണിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഈ വീട്ടിലുള്ള പലരും ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. മോനെ, കേസ് പഠിക്കുകയാണോ? അതെ. ആ മൂർത്തി എന്നെ വിളിച്ചിരുന്നു. അയാള് കാര്യമൊന്നുമില്ലാതെ വിളിക്കില്ലെന്നറിയാലോ. അപ്പോ കോടതിയിൽ ആത്മാർത്ഥത കാണിക്കണമെന്ന് പറഞ്ഞോ? പറഞ്ഞു. നമ്മുടെ കാര്യത്തില് അവർക്ക് സംശയമൊന്നും ഇല്ലാത്തതാ. പ്രത്യേകിച്ച് നീയാണല്ലോ കഴിഞ്ഞ കേസിൽ അവരെ രക്ഷിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് മൂർത്തി ഇങ്ങനെ വിളിച്ചൊരാവശ്യം പറഞ്ഞതെന്ന് അറിയില്ല. എനിക്ക് എന്നെ അത്ര വിശ്വാസം പോരെ മുത്തശ്ശ. അതുകൊണ്ടായിരിക്കും
അവൻ അവന്റെ മുത്തശ്ശനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചത്. അതെന്താ അങ്ങനെ? നീയും അനിയും തമ്മിൽ അടുത്ത ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സൊക്കെയാണ്, പക്ഷേ ചില നേരത്ത് ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ വീഴുമല്ലോ. അപ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിലുണ്ടോ? ഹേയ്, എനിക്കില്ല. അവൻ അനാവശ്യമായിട്ടുള്ള സംശയമൊക്കെ ഉള്ളി വെച്ചുകൊണ്ട് നടക്കുക. ആ വേണു അവന്റെ മോളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വന്ന് കാണുന്നുണ്ടല്ലോ, അത് അവൻ അറിഞ്ഞു കാണും. ആ, ചിലപ്പോ അങ്ങനെയാവും. മൂർത്തി അധികമൊന്നും കേസിന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കാറില്ല. കുടുംബപരമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. അയാളിപ്പോ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞതുകൊണ്ട് ഇനി കോടതിയിൽ കരുത്ത് കാട്ടേണ്ടത് നമ്മുടെ ആവശ്യമോനെ. മുത്തശ്ശ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഏതെങ്കിലും കേസ് ഏറ്റെടുത്താ അതിൽ ആത്മാർത്ഥത കാണിക്കാതിരിക്കൂ. പ്രത്യേകിച്ച് അനന്തപുരിക്കാരുടെ കേസ് എന്ന് പറയുമ്പോ അത് നമ്മുടെ സ്വന്തം കേസ് പോലെയല്ലേ. ഇതിന് ഞാൻ ഫീസ് പോലും വാങ്ങിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചെയ്യുന്ന ജോലിക്കുള്ള ഫീസൊക്കെ വാങ്ങിക്കണം, പക്ഷേ ജോലിയായിരിക്കണം. ഈ കേസിന്റെ പ്രത്യേകത അറിയാലോ, ഡിവോഴ്സ് കേസാ. അനാമികയ്ക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ ഈ കേസിൽ നിന്ന് അനിയെ ഊരിക്കൊണ്ടു പോരണം. അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എങ്കിലും ഒരു ചലഞ്ച് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞാനത് ആത്മാർത്ഥമായിട്ട് നടത്തിയിരിക്കും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വേണുവും അനാമികയും ഇക്കാര്യത്തില് എന്നെ വെല്ലുവിളിച്ചിരിക്കുക. പൈസ ഇല്ലാത്ത സമയത്ത് പോലും പേരെടുത്ത വക്കീൽ ജോർജിനെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോ കോടതിയിൽ കേസ് കൊഴുക്കുമല്ലോ. കൊഴുക്കട്ടെ, എന്നാലല്ലേ ഒരു ത്രില്ലുള്ളൂ. എന്നാ പിന്നെ കേസൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരു മണിക്കൂർ ഇരിക്കാം. ആ ചർച്ചയില് പുതിയതായിട്ട് എന്തെങ്കിലും ഐഡിയ നിനക്ക് കിട്ടിയാലോ? നീ ഏതായാലും വിശദമായിട്ട് പഠിക്കേ. ഓക്കെ? ഓ, എടാ അനി, എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് മുത്തശ്ശന്മാര് തമ്മിൽ ഇങ്ങനൊരു സംസാരം വേണ്ടി വന്നത്. നാളെ നിനക്ക് കോടതിയിൽ വ്യക്തമായിക്കോളും, ഞാനല്ല നീയാണ് ഫ്രണ്ട്ഷിപ്പിനെ മാനിക്കാത്തതെന്ന്. നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം കേട്ടോ. വിഘ്നേശ്വരന് ഒരു തേങ്ങ അടിക്കണം. തേങ്ങ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ആ വക്കീല് കോടതിയില് കുഴപ്പിക്കാതിരുന്നാ മതി. അവന് നന്ദുവിനെ കെട്ടണമെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കാതിരിക്കണം. അതുകൊണ്ട് അവളെ കെട്ടുന്നവരെ വക്കീല് കേസ് നീട്ടിക്കൊണ്ട് പൊയ്ക്കോളും. അനിയും നവീൻ വക്കീലും അടുത്ത സുഹൃത്തുക്കളാ. പോരാത്തതിന് അവര് ഫാമിലി ഫ്രണ്ട്സും. നന്ദുവിന്റെ പേരിൽ അവര് തമ്മിൽ ഒരു പൊരിഞ്ഞ വഴക്കുണ്ടായിരുന്നെങ്കിൽ സംഗതി നമുക്ക് അനുകൂലമായേനെ. നാളെ അമ്പലത്തിൽ പോകുമ്പോ അതുകൂടെ പറഞ്ഞോ. ഇനി ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഇതിനു മുൻപ് നമ്മൾ കേസ് കൊടുത്തത് അവസാനം വാദി പ്രതിയായി. ഇവിടെ അങ്ങനെ സംഭവിക്കുന്ന എന്റെ പേടി. ഇവിടെ എന്ത് സംഭവിക്കാനടി രേവതി? നമുക്കിവിടെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാ കിട്ടുകയാണെങ്കിൽ കോടികൾ കിട്ടുകയും ചെയ്യും. അതിന്ന് ഒരു 19 ലക്ഷം എനിക്ക് തന്നാ മതി. എനിക്കും സ്റ്റെബിനും പിന്നെ സുഖമായിട്ട് UK പോവാം. അവനാ ആ നവീൻ വക്കീൽ. എടുക്കെടുക്ക്, ചിലപ്പോ കേസ് നീട്ടിക്കൊണ്ട് പോവാൻ പറയാനായിരിക്കും. അനന്തപുരിക്കാരെ നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞു കാണും. ഹലോ വക്കീലേ, എന്തായി രാത്രിയില്? ഇനി സമയമുണ്ട് കേസിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ. ഞാൻ പറഞ്ഞ തുക തരുവോ? തുകയൊന്നും കിട്ടില്ല. വെറുതെ വക്കീലിന് പൈസ കൊടുക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. സാറേ, എന്തായാലും മുടിയാനുള്ളത് മുടിഞ്ഞു. കഴുത്തറ്റ വെള്ളത്തില. അതിന്റെ കൂടെ പലിശക്കാരന് കുറച്ച് പണം കൂടെ കൊടുക്കേണ്ടി വരും. എന്നാലും സാരമില്ല, വച്ചിരിക്കുന്നത് നല്ല വക്കീലിനെ തന്നെയാ. അതുകൊണ്ട് എന്റെ മോക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. തന്റെ മോൾക്ക് നീതി കിട്ടാനേ അവൾ എന്തെങ്കിലും ശരി ചെയ്യണ്ടേ? ഇവിടെ തെറ്റ് മൊത്തം നിങ്ങളുടെ ഭാഗത്താ. പിന്നെ നീതി കിട്ടണോന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ മുറവിളി കൂട്ടുന്നത്? വക്കീലേ, ഒരു കാര്യം ഞാനങ്ങ് തറപ്പിച്ച് പറഞ്ഞേക്കാം. വക്കീല് കെട്ടാൻ പോകുന്ന പെണ്ണിന് വാക്ക് കൊടുത്തിട്ടുണ്ടാകും, നാളെ കോടതി കൂടുമ്പോൾ എനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന്.
സ്നേഹിക്കുന്ന പെണ്ണിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് വക്കീൽ ഈ രാത്രി ഇപ്പൊ എന്നെ വിളിച്ചത്. കോടതിയിൽ കേസ് നടക്കുകയാണെങ്കിൽ ഡിവോഴ്സ് നീണ്ടുപോകുമെന്ന് വക്കീലിന് നന്നായിട്ട് അറിയാം. ഒരിക്കലുമില്ല. നാളെ കൊണ്ട് ഈ കേസ് അവസാനിക്കും. ഞാൻ വച്ചിരിക്കുന്നത് ജോർജ് വക്കീലിനെയാ. അതുകൊണ്ട് കൂടുതൽ വാശിയൊന്നും വേണ്ട. നമുക്ക് നാളെ കോടതിയിൽ കാണാം. കാണാം. എന്തിനാ അവനെ വാശി പിടിപ്പിച്ചേ? പൈസ വാങ്ങാതെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണമെന്ന്. നാണമില്ലേ അവൻ അങ്ങനെ പറയാൻ? അവൻ പറയട്ടെ. നാളെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വക്കീല് കോടതിയിൽ പറയും. ഇവള് മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതാന്നൊക്കെ നേരത്തെ അവൻ കോടതിയിൽ തെളിയിച്ചതാ. ആയിക്കോട്ടെ. പക്ഷെ ഇവൾക്ക് ഒരു രോഗവും ഇല്ലെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത ശേഷമാ ഇവൾ അനിയെ കെട്ടിയത്. അതിനുശേഷം ഇവൾക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പിന്നെ ആ ന്യായമൊന്നും കോടതിയിൽ വില പോവില്ല. ഇതിനു മുൻപ് ഗാർഹിക പീഡനമാണെന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അതിനെതിരെ തെളിവുകൾ നിരത്തി നവീൻ നമ്മളെ പൊളിച്ചടുക്കുമായിരുന്നു. അതാ എന്റെ പേടി. ഇവിടെ പേടിയുടെ ഒന്നും ഒരാവശ്യമില്ല. നമുക്ക് കുറഞ്ഞത് ഒരു 2-3 കോടിയെങ്കിലും നഷ്ടപരിഹാരം കിട്ടണം. എന്നാലും തീരില്ല കടം. അങ്ങനെയായപ്പോ കാര്യങ്ങളുടെ പോക്ക്. ഗോവിന്ദേട്ടാ, ഇടയ്ക്ക് നവീൻ മോൻ എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചാ പെണ്ണിനെ മാത്രം കൊടുത്താ മതി, അല്ലാതെ വേറൊന്നും വേണ്ടാന്ന്. എങ്കിലും നരസിംഹൻ സാറിന് ഒരൊറ്റ കൊച്ചുമോനല്ലേ ഉള്ളൂ. അവരാണെങ്കിൽ കാശിന്റെ പുറത്ത് കിടക്കുന്നവരും. അപ്പൊ നമ്മള് പിന്നെ അതിന്റെ ഒരു അന്തസ്സൊക്കെ കാണിക്കണ്ടേ ഗോവിന്ദേട്ടാ? നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് നമുക്ക് അന്തസ്സ് കാണിക്കാനൊന്നും പറ്റില്ല. പിന്നെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ മൂർത്തി സാറ് ആദർശമൊക്കെ പറഞ്ഞത് നമ്മളൊന്നും അറിയണ്ടെന്ന്. അവര് തന്നെ എല്ലാം നടത്തിക്കോളാന്നാ. എങ്കിലും അതൊക്കെ മോശമാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതവർക്ക് വിഷമാവും. ഇതൊന്നും നമ്മളായിട്ട് ചെയ്യുന്ന അല്ലല്ലോ ഗോവിന്ദേട്ടാ. നവീൻ വന്ന് പെണ്ണ് ആലോചിച്ചത് പോലും നമ്മൾ ചിന്തിക്കാത്ത കാര്യമല്ലേ? പിന്നെ നവീൻ അല്ലാതെ മറ്റാര് ബന്ധം ആലോചിച്ചാലും അനി വന്ന് അത് മുടക്കും. അതുറപ്പാ. ഇവിടെ ഇപ്പോ അതിനൊന്നിനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ മാത്രം വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയും കടമ്പകൾ ഒരുപാടുണ്ട്. നവീന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നവീൻ ഒരുപാട് പാടുപെടേണ്ടി വരും. ആ, മോളെന്തത്ര വൈകിയത്? ഇന്ന് അഡീഷണൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോഴേ പിന്നെ ഞാൻ രാവിലെ പോയി രണ്ടാളിന്റെയും ജാതകമൊക്കെ നോക്കി, മോളുടെയും നവീമോന്റെയും. ഇടയ്ക്ക് ആദർശ് മോനും നയനയും ഇവിടെ വന്നിരുന്നു. അവരോട് പറയുകയും ചെയ്തു മോളുടെയും നവീമോന്റെയും ജാതകങ്ങള് നല്ല ചേർച്ചയാന്ന്. കവടി നിരത്തിയിട്ട് ജോത്സ്യൻ പറഞ്ഞതേ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കുമെന്ന. നവീൻ നല്ലൊരു പയ്യനാണ്. എന്നിട്ടും അവളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ നോക്ക്. എന്റെ ഗോവിന്ദേട്ടാ, ഇവളുടെ സന്തോഷമൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നേ? ഇതുപോലൊരു ബന്ധത്തെ നമ്മൾ ആരും തട്ടിത്തെറിപ്പിക്കാൻ പോകുന്നില്ല. ഇപ്പോഴും അമ്മയ്ക്ക് ആ പഴയ സ്വഭാവം ഉണ്ടല്ലേ? മക്കള് വലിയ വീട്ടിലോട്ട് തന്നെ പോണെന്നുള്ള ആഗ്രഹം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ധൃതി കൂട്ടുന്നേ? അതിപ്പോ ഞാൻ മാത്രമല്ല, നിന്റെ അച്ഛനും ധൃതി കൂട്ടുന്നുണ്ട്. മോളെ, നവീനെ പോലൊരു പയ്യൻ നിന്നെ ആലോചിച്ചു വരുമെന്ന് ഞാനും ഇവളും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നവീൻ നിന്നെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. നവീനേട്ടന്റെ അമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ ഈ കല്യാണം നടക്കാൻ? അതൊക്കെ നവീൻ മോൻ അവന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കോളും. ആദ്യം മനസ്സിലാക്കട്ടെ, എന്നിട്ട് അമ്മയും അച്ഛനും ഒക്കെ മനക്കോട്ട കെട്ടിയാ മതി. എന്നെ അവർക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ഞാനിടയ്ക്ക് നവീനേട്ടന്റെ വീട്ടിൽ പോയപ്പോ പോലും എന്നോടൊന്നും മിണ്ടാൻ കൂട്ടാക്കിയിട്ടില്ല. എന്നെ കണ്ട മുഖം തിരിച്ചു പൊയ്ക്കളയും. അങ്ങനെയുള്ള നവീനേട്ടന്റെ അമ്മയാ ഈ ബന്ധം നടത്താൻ സമ്മതിക്കുന്നത്. ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ ഗോവിന്ദേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അവക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നും അല്ല അവളുടെ മുഖം തെളിയാത്തത്.
നവീന്റെ അമ്മ സമ്മതിക്കില്ല എന്നൊരു ഭയം അവൾക്കുണ്ട്. അത് ശരിയാ. അപ്പൊ പിന്നെ പ്രതീക്ഷ അധികം കൊടുക്കണ്ടെന്ന് അവള് കരുതി കാണും. അല്ല, അതൊരു വലിയ പ്രശ്നം തന്നെ കനകെ. കഷ്ടകാലത്തിന് ആ ജോത്സ്യൻ കവടി നിരത്തിയിട്ട് നവീനുമായുള്ള കല്യാണത്തിന് തടസ്സങ്ങളാ പറഞ്ഞത്. അതും ഒരു ആദ്യമായിട്ട് മനസ്സിൽ കിടക്ക ഗോവിന്ദേട്ടാ. അനി, ഞാൻ ഏട്ടനും ഏട്ടത്തെയും കാത്തിരിക്കായിരുന്നു. നവീനെ വിളിക്കുകയോ കാണുകയോ ചെയ്തായിരുന്നോ? ഞാൻ അവനെ വിളിച്ചായിരുന്നു. അവൻ മാക്സിമം ശ്രമിക്കാന്നൊക്കെയാ പറഞ്ഞത്. അവൻ ആരെയും ചീറ്റ് ചെയ്യാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞു. ആ പറച്ചില് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഏട്ടാ, നിങ്ങൾ രണ്ടാളും നോക്കിക്കോ. നാളെ കോടതിയിൽ അവന്റെ ബുദ്ധിയൊന്നും പുറത്തെടുക്കാൻ പോകുന്നില്ല. അവൻ ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹം. എടാ, അവന്റെ ഭാഗത്ത് നോക്കുമ്പോഴേ അതിൽ കുറച്ച് ശരിയൊക്കെ ഉണ്ടല്ലോ. നീയും അനാമികയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കാതിരുന്ന നിന്റെ കല്യാണം നടക്കില്ല. നീയും നന്ദുവും തമ്മിലുള്ള അടുപ്പത്തെ പറ്റിയൊക്കെ ഇപ്പൊ തന്നെ അവര് മനസ്സിലാക്കി കാണും. അല്ല, ഏട്ടത്തിയുടെ വീട്ടില് രണ്ടാളും പോയിരുന്നോ? പോയിരുന്നു. അമ്മ നവീന്റെ നന്ദുവിന്റെ ജാതകം നോക്കിയിട്ട് നല്ല ചേർച്ച ഉണ്ടെന്നാ പറയുന്നത്. ഞങ്ങൾ നിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാ പോയത്. പക്ഷേ അവരിപ്പോ വലിയ പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റിയില്ല. ഓ, ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഡിവോഴ്സും കിട്ടത്തില്ല, നന്ദുവിനെയും കിട്ടത്തില്ല. ഒരു സമയത്ത് ഞാൻ ഏട്ടനോടും ഏട്ടത്തിയോടും നേരത്തെ എന്റെ ഇഷ്ടം പറഞ്ഞില്ലെന്ന് പറഞ്ഞാ നിങ്ങൾക്ക് എന്നെ വിമർശിച്ചത്. അനാമികയായിട്ടുള്ള കല്യാണത്തിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. കല്യാണത്തിന്റെ തലേ ദിവസം സത്യങ്ങളൊക്കെ പറയാതെ കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നന്ദുവിന്റെ എന്റെ ഒപ്പം നിൽക്കാനായിരുന്നു നിങ്ങൾ രണ്ടാളും പറഞ്ഞത്. ഇപ്പതാ വളരെ നേരത്തെ തന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് ഏട്ടനോടും ഏട്ടത്തിയോട് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ചാ പറഞ്ഞത്. എന്നിട്ടും എന്നെ സഹായിക്കാൻ ആർക്കും പറ്റുന്നില്ല. അനി, കോടതിയിൽ നാളെ നീ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നെങ്കിൽ നിനക്ക് നവീനോടുള്ള കടപ്പാട് കൂടുക ചെയ്യുന്നത്. നവീൻ അങ്ങനെ നിനക്കൊപ്പം നിൽക്കുമ്പോ അവനെ വേദനിപ്പിക്കാൻ നിനക്ക് പറ്റുമോ? അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ നന്ദുന്റെ മനസ്സെന്താണെന്ന് ഇതുവരെ ഏട്ടനെ എടുത്ത് അറിയാൻ ശ്രമിച്ചിരുന്നോ? അവൾക്ക് അനിയെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നവീന്റെ ആലോചന വന്നതോടെ അവളുടെ നിലപാട് എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നന്ദുവിനെ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദുവിന് അവനോട് വലിയ മതിപ്പാ. ആ രീതിയിലൊക്കെ ഒരുപാട് തവണ ഞങ്ങളോട് സംസാരിച്ചിട്ടുമുണ്ട്. പിന്നെ പെൺകുട്ടികളുടെ മനസ്സ്, നന്ദുവിന് ഈ വീട്ടിലേക്ക് വരാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്താ നവീന്റെ വീട്ടിലേക്ക് പോകാൻ തടസ്സങ്ങളൊന്നുമില്ലേ? ഇവിടെ എന്റെ അമ്മ അതിനെ എതിർക്കുകയാണെങ്കിൽ അവിടെ അവന്റെ അമ്മ അതിനേക്കാൾ എതിർപ്പാ. തന്റേടിയായ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റില്ലെന്നാ അവന്റെ അമ്മ പറയുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാടാ. പക്ഷേ ഇനി ഒറ്റ മോന്റെ ആഗ്രഹത്തിന് വേണ്ടി അവർ നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനി, ഞങ്ങൾ രണ്ടാൾക്കും ഇപ്പോ ഞങ്ങളുടെ അനിയനും അനിയത്തിയും ഒന്നിക്കണം തന്നെയാ. പക്ഷേ അതിനുവേണ്ടി വളഞ്ഞ വഴിയൊന്നും തേടാൻ പറ്റില്ല. ഈ കേസൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി വേറെ പെണ്ണിനെ ആലോചിക്കാൻ ഇവിടെ ആരും നിൽക്കരുത്. ഇനി കാണാത്തേം കേൾക്കാത്തേം ഓരോന്നിനെയും കൊണ്ടുവന്നിട്ട് എന്റെ മനസ്സമാധാനം ഒന്നും തകർക്കാതിരുന്നാ മതി. ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഇല്ലാതെ ഇനി ആരെയും നിനക്ക് വേണ്ടി കണ്ടെത്തില്ല. അനി, നിനക്കെന്താടി എന്നെ പോലെ വാ തുറന്ന് എന്നെ ഇഷ്ടമാണെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാല്? എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാ ഇന്ന് ഏട്ടനും എടുത്തേയും അങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്ത് നിന്റെ നവീന്റെ ജാതകം ചേരുമെന്ന് അറിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അവരിങ്ങോട്ട് പോന്നു.
ഓ, ഇപ്പൊ ജാതകം ചേർന്ന സ്ഥിതിക്ക് അവനൊപ്പം ജീവിക്കാനാണോ നിന്റെ പ്ലാൻ? ആ അതേടാ, എന്താ നിനക്ക്? എടി നീ നോക്കിക്കോ, നാളെ അവൻ എന്നെ കോടതിയിൽ ചതിക്കും. അവൻ ഒരു കാരണവശാലും എന്റെ ഡിവോഴ്സ് നടക്കാൻ സമ്മതിക്കില്ല. ദേ അനി, നിനക്ക് ആരെയും വിശ്വാസമില്ല, എന്നെ പോലും. അങ്ങനെയുള്ള നിന്നോടെ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോന്ന് നാളെ കോടതി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. ആ ശരി, അത് കഴിയട്ടെ. അതുവരെ നീ എന്നെ വിളിക്കണ്ട. നിനക്ക് രാവിലെ ഒന്ന് വരാൻ പറ്റുമോ? എവിടേക്ക്? എനിക്കിന്ന് അമ്പലത്തിൽ പോണം. നീ വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഇങ്ങനെയുള്ള നിനക്കൊപ്പം വരാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. ആ കാണില്ല, നിനക്കിനിപ്പോ അതിനൊന്നും താല്പര്യം കാണില്ലല്ലോ. നിന്റെ അടുത്ത് ഞാനിപ്പോ ഉണ്ടായിരുന്നെങ്കിലേ ഇടിച്ച് നിന്നൊരു മൂലക്ക് ഇരുത്തിയനെ. മനുഷ്യനെ മനസ്സിലാവാത്തൊരു കഴുത. ശരി, ഞാൻ മാക്സിമം വരാൻ നോക്കാം. നീ വെക്കേ. ഒരു മാർക്ക് എഴുതി വെച്ചിരുന്നല്ലോ. ഭഗവാനെ, സത്യം സത്യമായിട്ട് കാണിക്കണേ. ഡിവോഴ്സ് നടക്കത്തില്ല എന്ന് ഉറപ്പായി. നാളെന്നല്ല, ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. അത് പറഞ്ഞാൽ ഒരുത്തിക്ക് മനസ്സിലാവത്തില്ലല്ലോ. മുത്തശ്ശനെ കൊണ്ടുവരെ വിളിപ്പിച്ചതാ, എന്നിട്ടും ചതിക്കാൻ അവന്റെ പരിപാടി. നാളെ കോടതി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് അവന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് നന്ദു എന്ന്. അവൻ എന്നോട് ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ അവനെ സൂചിപ്പിക്കേണ്ട കാര്യം എനിക്കെന്താ? അവൻ ഇപ്പോഴും പറയുന്നത് ചന്തുമോൾ അവന്റെ അല്ലെന്നല്ലേ? അങ്ങനെ പറഞ്ഞാൽ എത്ര നാൾ പറയാൻ പറ്റുമോ അഭി? ഒരു DNA ടെസ്റ്റിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. ഞങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചെന്നിരിക്കും, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോഴും ഒരു സംശയം. ദേ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുക, മാഡം ആരെയാ കെട്ടുന്നത്? ഇവനെയാണോ അതോ വക്കീലിനെയാണോ? എന്റെ അഭിപ്രായത്തില് നട്ടല്ലില്ലാത്ത യവനെ കെട്ടുന്നതിനേക്കാളും നട്ടലുള്ള വക്കീലിനെ കെട്ടുന്നതാ.